മാലാഖി 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ. യഹോവയുടെ വലുതും ഭയങ്കരവുമായ നാൾ വരുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഏലിയ പ്രവാചകനെ അയക്കും. ഞാൻ വന്ന് ഭൂമിയെ സംഹാര ശപഥം കൊണ്ട് ദണ്ഡിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ അപ്പന്മാരുടെ ഹൃദയം മക്കളോടും മക്കളുടെ ഹൃദയം അപ്പന്മാരോടും നിരപ്പിക്കും. ഇവിടെ ഏലിയ പ്രവാചകന് ഒരു പ്രാധാന്യമുണ്ട്. മത്തായി 17-ാം അധ്യായം 2-3 വാക്യങ്ങൾ. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരായ പത്രോസ്, യോഹന്നാൻ, യാക്കോബ് എന്നിവരോടൊപ്പം ഒരു ഉയർന്ന മലയിലേക്ക് പോയി. അവിടെ ചെന്ന് യേശു രൂപാന്തരപ്പെട്ടു. അപ്പോൾ യേശുവിൻ്റെ മുഖം സൂര്യനെ പോലെ ശോഭയുള്ളതായിരുന്നു. യേശുവിൻ്റെ വസ്ത്രം പ്രകാശമേറി വെള്ളം നിറമായി തിളങ്ങി. മോശയും ഏലിയാവും യേശുവിനോട് സംഭാഷിക്കുന്നതായി ശിഷ്യന്മാർ കണ്ടു. ഇതിൽ നിന്നെല്ലാം ഏലിയാവിന് ഒരു പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഏലിയാവ് യഹോവയുടെ ഒരു പ്രധാന പ്രവാചകനാണ്. ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബനായ ഏലിയാവ്. ഗിലെയാദ്, തിശ്ബ ഇസ്രയേലിൻ്റെ സ്ഥലങ്ങളാണ്. 1 രാജാക്കന്മാർ 18-ാം അധ്യായം. ഈ കാലഘട്ടത്തിൽ ഇസ്രയേലിലെ രാജാവായിരുന്നു ആഹാബ്. ആഹാബ് അന്നുവരുണ്ടായിരുന്ന തൻ്റെ പിതാക്കന്മാരെക്കാൾ കൂടുതലായി പാപം ചെയ്തു. യഹോവയ്ക്ക് വിരോധമായി പാപം ചെയ്തു. കൂടാതെ സീദോന്യനായ യെത്ബാലിൻ്റെ മകളായ ഇസബെലിനെ കൂടെ പരിഹരിച്ചുകൊണ്ട് ഇസബെലിൻ്റെ കുടുംബമൂർത്തിയായ ബാലിനെ കൂടെ ആഹാബ് ആരാധിക്കാനിടയായി. അവൻ ശമരിയിൽ ബാലിന് വേണ്ടി ഒരു ക്ഷേത്രം ഉണ്ടാക്കി അവിടെ അശര പ്രതിഷ്ഠ ഉണ്ടാക്കി അതിനെ ആരാധിച്ചു പോന്നു. ബാൽ എന്നാൽ വിഗ്രഹ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു മൂർത്തിയാണ്. അശേര അതിൻ്റെ പ്രതിഷ്ഠയാണ്. അങ്ങനെ ഇസ്രായേൽ രാജാവ് ആഹാബായിരുന്നതിനാൽ ആഹാബ് ബാലിനെ ആരാധിച്ചതിനാൽ ഇസ്രായേൽ രാഷ്ട്രം മുഴുവൻ ബാലിനെ ആരാധിക്കുവാൻ ഇടയായി. ഈ കാലഘട്ടത്തിലാണ് ഏലിയാവിനെ യഹോവ ആഹാബിനടുത്തേക്ക് അയക്കുന്നത്. അതായത് യഹോവയുടെ അവകാശജനമാണ് ഇസ്രായേൽ. അവർ തന്നെ വിട്ട് ബാലിനെ ആരാധിക്കുകയാണിപ്പോൾ. അതിനാൽ തന്നിലേക്ക് മടക്കി വരുത്തുവാൻ തൻ്റെ പ്രവാചകനായ ഏലിയാവിനെ ആഹാബിനടുത്തേക്ക് അയക്കുകയാണ്. പ്രവാചകൻ എന്നാൽ ഭാവി കാര്യങ്ങളെക്കുറിച്ച് മുൻകൂട്ടി പറയുന്നവരാണ്. ദൈവത്തിനും ജനത്തിനും അല്ലെങ്കിൽ രാജാവിനും മധ്യസ്ഥം വഹിക്കുന്നവരാണ്. ദൈവത്തിന് ജനത്തോട് അല്ലെങ്കിൽ രാജാവിനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് തൻ്റെ പ്രവാചകനോടാണ് അറിയിക്കുക. ദൈവത്തിൻ്റെ വായാണ് ഒരു പ്രവാചകൻ എന്ന് വേണമെങ്കിൽ പറയാം. പ്രവചനമെന്നാൽ ഒരു സംഭവം നിവർത്തീകരിക്കപ്പെടുമ്പോൾ
വിശ്വസിക്കാൻ വേണ്ടിയുള്ള ഒരു തെളിവാണ് പ്രവചനം. അപ്പോൾ ഒരു രാഷ്ട്രം മുഴുവൻ ഇവിടെ യഹോവയിൽ നകന്ന് ബാലിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏലിയ ആഹാബിനടുത്തെത്തി ആഹാബിനോട്, എത്ര കാലം ഈ ജനത ഇരുതൂണിൽ കാലിടും? ബാലാണ് അവരുടെ ദൈവമെങ്കിൽ ബാലിനെ ആരാധിക്കുക, യഹോവയാണ് അവരുടെ ദൈവമെങ്കിൽ യഹോവയെ ആരാധിക്കുക. അവർക്ക് തന്നെ ഒരു നിശ്ചയമില്ലാതിരിക്കുന്നു ആരാണ് ദൈവമെന്ന്. അതുകൊണ്ട് അവർക്കൊരു നിശ്ചയം അല്ലെങ്കിൽ വ്യക്തത ഉണ്ടാകണം. അത് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമേ അത് തെളിയിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഇസബലിൻ്റെ തീന്മേശയിൽ ഭക്ഷണം കഴിക്കുന്ന 450 കള്ളപ്രവാചന്മാരെയും അശേരയുടെ 400 കള്ളപ്രവാചന്മാരെയും കർമ്മേൽ പർവ്വതത്തിൽ വരുത്തുക എന്ന് ആഹാബ് അറിയിച്ചു. അങ്ങനെ ഇസ്രായേൽ ജനതയും കള്ളപ്രവാചന്മാരും ആഹാബും ചേർന്ന് കർമ്മേൽ പർവ്വതത്തിൽ വന്നു. ഏലിയാവ് അവിടെ വെച്ച് അവരോട് പറഞ്ഞു, ഒരു ഹോമയാഗത്തിനായി തയ്യാറായിക്കൊള്ളുക. എന്നുവെച്ചാൽ ഒരു ബലിപീഠം, അതിന് വിറക്, കാളയെ ഗണ്ഡം ഗണ്ഡമാക്കി അതിന്മേൽ വയ്ക്കുക. അതുപോലെ ഏലിയാവും ഒരു ഹോമയാഗത്തിനുള്ള ഒരുക്കം ചെയ്യുന്നതാണ്. ഇതിൽ അഗ്നിയിൽ ഹോമയാഗം ദഹിപ്പിക്കുന്ന ആരാണോ അവരാണ് യഥാർത്ഥമുള്ള ദൈവം എന്ന് നിശ്ചയിക്കാം എന്നറിയിച്ചു. ഇതിൻ്റെ ഫലമായി കള്ളപ്രവാചകന്മാർ ഹോമയാഗം തയ്യാറാക്കി അവരുടെ ബാലിനെ വിളിക്കാൻ ആവശ്യപ്പെട്ടു. അവർ ബാലിനെ വിളിക്കുവാൻ തുടങ്ങി. വിളിക്കുക എന്നല്ലാതെ അവർക്ക് ഒരു അടയാളമോ ഉത്തരമോ അരളിയില്ല. ഉച്ചവരെ അവർ ബാലിനെ വിളിച്ചു. ശേഷം ഭോജനയാഗത്തിൻ്റെ സമയം വരെ അവർ വെളിച്ചപ്പാടന്മാർ തുള്ളിക്കൊണ്ടിരുന്നു. അവർ വാളുകൊണ്ട് തമ്മിൽ വെട്ടി പരിക്കേൽപ്പിച്ച് അവശനിലയിലെത്തി. എന്നിട്ട് പോലും അവരുടെ ബാൽ അവർക്ക് ഉത്തരമരളിയില്ല. ഭോജനയാഗ സമയമായപ്പോൾ ഏലിയ വന്ന്, നിനക്ക് യഹോവ നിനക്ക് ഇസ്രായേൽ എന്ന് പേരാകും എന്ന് യാക്കോബിനോട് അരുളി ചെയ്ത ആ യാക്കോബിൻ്റെ 12 ഗോത്രസംഖ്യയ്ക്ക് തവണ്ണം 12 കല്ലുകളെടുത്ത് ഒരു ബലിപീഠം ഉണ്ടാക്കി അതിൽ വിറക് വെച്ച് കാളയെ ഗണ്ഡമാക്കി അതിന്മേൽ വെച്ച് യാഗപീഠത്തിന് ചുറ്റും 2 യുവം വിതയ്ക്കുന്ന വിധത്തിൽ വിസ്തൃതമായ തോടുണ്ടാക്കി തൊട്ടികളിൽ വെള്ളം നിറച്ചു. തൊട്ടിയിൽ നിന്ന് വെള്ളമെടുത്ത് യാഗപീഠത്തിൽ ഒഴിച്ചു. തോടുകൾ നിറഞ്ഞു. ഏലിയാവ് യഹോവയെ വിളിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ അവസാനം യഹോവ അഗ്നിയാൽ ഉത്തരമരുളി. യഹോവയുടെ അഗ്നി ഏലിയായുടെ യാഗപീഠത്തെ ദഹിപ്പിച്ചു. തോടിലെ വെള്ളം വറ്റി. ഇത് കണ്ട ഇസ്രായേൽ മക്കൾ കവുന്ന് വീണു യഹോവയെ നമസ്കരിച്ചു. യഹോവ തന്നെയാണ് ദൈവം എന്നിവർ പറഞ്ഞു. ഉടനെ ഏലിയ പ്രവാചകന്മാരെ കെട്ടി കീശോൻ തോട്ടിനരികിൽ കൊണ്ടുവരിൻ എന്നറിയിച്ചു. അങ്ങനെ കർമ്മേൽ പർവ്വതത്തിൻ്റെ കീഴിലുള്ള കീശോൻ തോട്ടിലേക്ക് പ്രവാചകന്മാരെ അവർ കൊണ്ടുവന്നു. അവിടെ വെച്ച് കള്ളപ്രവാചകന്മാരെ ഏലിയ വെട്ടിക്കൊല്ലുകയാണ് ഉണ്ടായത്. ഇങ്ങനൊരു പരീക്ഷണാടിസ്ഥാനം ചെയ്തില്ല എങ്കിൽ ഇസ്രായേൽ മക്കൾ ഒരു നിശ്ചയമില്ലാതെ, ഒരു വ്യക്തതയില്ലാതെ അവർ ജീവിക്കുമായിരുന്നു. അതുകൊണ്ട്
ഇങ്ങനൊരു പരീക്ഷണം കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് ഏലിയാവിന് ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് യഹോവയാണ് ദൈവം എന്ന് ഒരു വ്യക്തത ഇസ്രായേൽ മക്കൾക്കുണ്ടായി. പുറപ്പാട് 7-ാം അധ്യായം 8 മുതൽ 13 വാക്യങ്ങൾ. മിസ്രയീം ദേശത്ത് ഇസ്രായേൽ മക്കൾ 430 വർഷം അടിമകളായിരുന്നു. അപ്പോൾ അവരെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി യഹോവ മോശയെയും തൻ്റെ ജ്യേഷ്ഠനായ അഹരോനെയും മിസ്രയീമിലേക്ക് അയച്ചു. അവിടെ ചെന്ന മോശയും അഹരോനും മിസ്രയീം രാജാവായ ഫറവോനോട് കാര്യം ബോധിപ്പിച്ചു. യഹോവ അയച്ചതാണ്, അവരെ ഞങ്ങളോടൊപ്പം അയക്കുക എന്ന് അറിയിച്ചു. എന്നാൽ ഫറവോൻ്റെ ഹൃദയം കഠിനപ്പെടുത്തുകയാണുണ്ടായത്. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം ഒരു അടയാളം ഫറവോൻ മോശയോടും അഹരോനോടും ആവശ്യപ്പെട്ടു. അതായത് യഹോവയാണ് നിങ്ങൾ അയച്ചതെങ്കിൽ ഒരു അടയാളം നിങ്ങൾ ചെയ്യണമെന്ന്. അതിന് മോശ അഹരോനോട് അഹരോൻ്റെ കയ്യിലുള്ള വടി താഴെയിടാൻ ആവശ്യപ്പെട്ടു. അവൻ വടി താഴെയിട്ടപ്പോൾ അത് ഒരു സർപ്പമായി മാറി. ഇത് കണ്ട ഫറവോൻ തൻ്റെ അടുത്തുള്ള മന്ത്രവാദികളെയും ക്ഷുദ്രക്കാരെയും വിളിച്ചു വരുത്തി അവരെ കൊണ്ടും അതുപോലെ ചെയ്യിപ്പിച്ചു. അത് അവരുടെ വടികൾ സർപ്പമായി മാറി. എന്നാൽ അഹരോൻ്റെ കയ്യിൽ നിന്ന് താഴെയിട്ട വടി മന്ത്രവാദികളുടെ വടികളെ വിഴുങ്ങി. അതായത് അഹരോൻ്റെ വടി പാമ്പായി മാറിയത് ആ പാമ്പ് ഫറവോൻ്റെ മന്ത്രവാദികളുടെ പാമ്പുകളെ വിഴുങ്ങി. ഇതിൽ നിന്ന് മോശയ്ക്കും ഒരു വ്യക്തത വന്നു. അവിടെ വെച്ച് ഏതിനും ഒരു പരീക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു വ്യക്തത വരികയുള്ളൂ. ഇവിടെ രണ്ട് കാര്യങ്ങളിലും ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ വ്യക്തത ഉണ്ടാകുകയാണ് ചെയ്തത്. മത്തായി 24-ാം അധ്യായം 23-24 വാക്യങ്ങൾ. യേശുവിൻ്റെ രണ്ടാം വരവിന് മുമ്പ് യേശു അടയാളങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അടയാളങ്ങളിൽ ഒരടയാളം കള്ളപ്രവാചകന്മാരും കള്ളക്രിസ്തുക്കളും എഴുന്നേറ്റ് വരും. വേണമെങ്കിൽ തൻ്റെ വൃതന്മാരെയും തെറ്റിപ്പിക്കാനായി അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യും. അവയിൽ നിങ്ങൾ വിശ്വസിക്കരുത്, അവയിൽ വീണു പോകരുത് എന്ന് കർത്താവ് മുൻകൂട്ടി പറയുന്നുണ്ട്. അതായത് ദൈവത്തിൻ്റെ പ്രവാചകൻ ആരാണ് അല്ലെങ്കിൽ കള്ളപ്രവാചകൻ ആരാണ് എന്നുള്ള വ്യത്യാസം തിരിച്ചറിയണമെങ്കിൽ, അല്ലെങ്കിൽ കള്ളക്രിസ്തു ആരാണ് യഥാർത്ഥ ക്രിസ്തു ആരാണ് എന്ന് തിരിച്ചറിയണമെങ്കിൽ നമുക്ക് യഹോവയുടെ സഹായം ആവശ്യമാണ്. യഹോവയുടെ വിശ്വാസം ആവശ്യമാണ്. യഹോവ വിശ്വാസത്തെ മുറുകെ പിടിച്ചാൽ മാത്രമേ നമുക്ക് ആ വ്യത്യാസം തിരിച്ചറിയാൻ കഴിയുള്ളൂ. അതായത് അതിനുള്ള വരം, തിരിച്ചറിയാനുള്ള വരം കർത്താവ് നമുക്ക് നൽകും. അതുമൂലം പരിശുദ്ധാത്മാവും അശുദ്ധാത്മാവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തിരിച്ചറിയാം. അപ്പോൾ ഈ ഒരു തിരിച്ചറിവുണ്ടാകണമെങ്കിൽ നാം യഹോവയിൽ പൂർണ്ണമായി വിശ്വസിക്കണം. വിശ്വസിച്ചാൽ കർത്താവിനെ മുറുകെ പിടിക്കണം.